കൊന്നിച്ചോ മിനസാൻ നാനോ മിഷിൻ്റെ എപ്പിസോഡ് 24ൻ്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും നാനോ മിഷൻ ഒത്തിരിയധികം ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാണെന്നും എനിക്കറിയാം. പക്ഷേ നിങ്ങൾ പലരും ഇപ്പോൾ SSLCയും +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസിനും അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നിങ്ങളുടെ പരീക്ഷയ്ക്ക് മാക്സിമം എഴുതാനും ശ്രമിക്കണം. എല്ലാവർക്കും ഞാനൊരു ബെസ്റ്റ് വിഷസ് നേരുകയാണ്. അതേപോലെ തന്നെ ഇന്ന് ചെറുതായിട്ട് ഒരു വലിയ എപ്പിസോഡായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം. ഈ വീഡിയോക്ക് ഒരു 1K ടാർഗറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ വീഡിയോ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും ചാപ്റ്ററിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ഹിയോബോങ് ആട്ടെ കരഞ്ഞുകൊണ്ട് മൈലോടൊന്നും വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടി വരുവാണ്. ഹിയോബോങ്, ഞാൻ താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. എടാ, എന്നോട് ക്ഷമിക്ക്. ഞാൻ കാരണം നീ ശരിക്കും വിഷമിച്ചെന്ന് എനിക്കറിയാം. ഒരു കുഴപ്പമില്ല മൈലോഡ്. ഇയോൺ പെട്ടെന്നായിരുന്നു അവനത് കേട്ട് തിരിഞ്ഞു നോക്കിയത്. അല്ല ബേഗ്ജി, നിനക്കെന്താണ് വേണ്ടത്? അല്ല, ഇവനെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? പക്ഷെ ഒന്നും പറയുന്നില്ലല്ലോ. നെക്സ്റ്റ് സെക്കൻഡ് അവൻ നേരെ നിലത്തേക്ക് മുട്ടുകുത്തി. അല്ല, ഇവന് തന്നെ പറ്റി? ഇതേ സമയത്ത് ഇയോണും അതേപോലെ ഹിയോബോങ്ങും ഒരേപോലെ ഞെട്ടി. അല്ല, നീ എന്താണ് കാണിക്കുന്നത്? അത് പിന്നെ എല്ലാത്തിനും നന്ദിയുണ്ട്. താങ്കളാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് ലോർഡ് ഇയോൺ ജിയോൺ. താങ്കൾ ഇല്ലായിരുന്നെങ്കിൽ പോയിസൺസുകളുള്ളവർ എന്നെ ഉറപ്പായിട്ടും പോയിസൺ ചെയ്ത് കൊന്നേന്നാം. അല്ല എടാ, അവൻ എന്തായാലും പറഞ്ഞത്? പോയിസൺ സെക്ട് അവന് പോയിസൺ ചെയ്തെന്നോ? അതിനർത്ഥം സ്റ്റുഡൻറ് സേവറാണ് അവൻ രക്ഷിച്ചതെന്നാണോ? അതും കൂടാതെ താങ്കൾ ആ പണിഷ്മെന്റും ഏറ്റെടുത്തിരിക്കുന്നു. എൻ്റെ ഹൃദയം താങ്കൾക്ക് വേണ്ടി അനങ്ങിയിരിക്കുന്നു. അല്ല, ഇവൻ എന്തൊക്കെയാണ് പറയുന്നത്? എടാ, ഒന്ന് വെയിറ്റ് ചെയ്ത്. സ്റ്റുഡൻറ് 7 ഇതെല്ലാം ചെയ്ത് സ്റ്റുഡൻറ് 18 വേണ്ടിയാണോ? അല്ലെങ്കിൽ പിന്നെ അവനൊരിക്കലും ഇങ്ങനെ നീൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റുഡൻറ് 18 ബേഗ്ജി, ഞാൻ എൻ്റെ ലോയാലിറ്റി യങ് ഇയോൺ ജിയോന് വേണ്ടി അർപ്പിക്കുന്നു. ഇവൻ ബേഗ്ജി, നിനക്ക് ഇതിനെ പറ്റിയടാ? സ്റ്റുഡൻറ് 18 അവൻ സ്റ്റുഡൻറ് 7 ഫോളോവർ ആയിരിക്കുന്നു. അല്ല, ഇയോണപ്പോൾ തൻ്റെ ഫോളോവറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുവോ? ഇതെല്ലാം കേട്ടോണ്ട് വാങ് അവിടെ നിപ്പുണ്ടായിരുന്നു. ബേഗ്ജി, നിന്റെ ആക്ടിങ് ശരിക്കും മൂഞ്ചിയെങ്കിലും പരിപാടി തല ഏറ്റിട്ടുണ്ട്. എടാ പട്ടികളെ, ഒരിക്കലും ഇനി നിന്റെ ഒരു ഐഡിയ പോലും ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതല്ല. ഓക്കെ. ഇതേ സമയത്ത് മറ്റൊരു സ്ഥലത്ത് നമുക്ക് നമ്മുടെ പ്രൊഫസേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അല്ല പ്രൊഫസർ ഹോ, താങ്കൾ ഓക്കെ അല്ലേ? താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താടാ, നിനക്ക് ഞാൻ നാണം കെട്ട പോലെ തോന്നുന്നുണ്ടോ? അവൻ ശരിക്കും അത് ഏൺ ചെയ്ത് മേടിച്ചൊരു കാര്യമാണ്. അവൻ ശരിക്കും അമേസിംഗ് ആയുള്ള ഒരു യങ് മാനാണ്. എനിക്കൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവനെന്ത് പെർഫെക്റ്റ് ആയുള്ള ടെക്നിക്കാണ് അവിടെ യൂസ് ചെയ്തത്. അല്ല സാർ, സിയോപ്പോങ് ആണോ അവനത് പഠിപ്പിച്ചു കൊടുത്തത്? നല്ലൊരു ചോദ്യം തന്നെയാണ് നീ ചോദിച്ചത്. അവൻ ശരിക്കും ഒരു ജീനിയസ് അല്ല, മാസ്റ്റർ തന്നെയാണ്. ഓ അങ്ങനെയാണല്ലേ. പക്ഷേ സാർ, സിയോപ്പോങ് പുള്ളിക്കാരൻ ഒരു ബ്ലേഡ് ടെക്നിക്കല്ല യൂസ് ചെയ്യുന്നത്, അതും തന്നെ ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ എന്നിട്ട് എന്തിനാണ് തൻ്റെ പ്യൂപ്പിളിന് ഒരു സോഡ് ടെക്നിക്ക് പറഞ്ഞു കൊടുത്തത്? അല്ല, താങ്കൾ ഓഫീസിലേക്ക് വരുന്നില്ലേ? നീ എന്തായാലും പൊക്കോളൂ, എനിക്ക് മറ്റൊരു സ്ഥലത്ത് പോകാനുണ്ട്. പിന്നെ കാണിക്കുന്നത് അവൻ എൻ്റെ റൂഫ് ടോപ്പിലേക്ക് വന്നതാണ്. അവിടെയാട്ടെ അവനെ കാത്ത് ബേക്ക് നിപ്പുണ്ടായിരുന്നു. അവസാനം നീ ഇവിടേക്ക് എത്തിയല്ലേ? നിർത്തിക്കോണം ഇവിടം കൊണ്ട്. അല്ല, താങ്കൾ നേരത്തെ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നീ എന്നല്ല, ആരായാലും ആ ഒരു ടെക്നിക്കിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ ചെയ്തു പോകത്തുള്ളൂ. ഈ സമയത്ത് പ്രൊഫസർ ഹോ പറയും ചെയ്യും, ഞാൻ സത്യം പറഞ്ഞാൽ 100 കണക്കിന് ബാറ്റിൽസ് ചെയ്തിട്ടുണ്ട്. റൈച്ചസ് ഫാക്ഷൻ എടുക്കലും ഈവൽ ഫാക്ഷൻ എടുക്കലും എല്ലാവരുടെ എടുക്കലും. ആൻഡ് അതിലുപരി ഞാൻ പെട്രിയച്ചിൻ്റെ കൂടെ തന്നെ ഒത്തിരിയധികം നാൾ നിന്നിട്ടുമുണ്ട്. പിന്നെ ഒരു റോയൽ ബോഡി ഗാർഡിൻ്റെ ഡെപ്യൂട്ടി എന്ന നിലയ്ക്കും പെട്രിയച്ചിൻ്റെ ഒരു പേഴ്സണൽ അറ്റൻഡൻ്റ് എന്ന നിലയ്ക്കും എനിക്ക് മറ്റാരൊക്കെ നന്നായിട്ട് അതറിയാൻ സാധിക്കും. എനിക്ക് ഉറപ്പാണ് ഇയോൺ ജിയോൺ അവിടെ യൂസ് ചെയ്ത ടെക്നിക് അത് കംപ്ലീറ്റ്ലി പെട്രിയാച്ചിൻ്റെ ഡിമോണിക് സോഡായിട്ട് സിമിലർ ആണ്. അല്ല, കുറച്ചുകൂടെന്ന് പറഞ്ഞാൽ അത് മോർ വയലന്റ് ആണ്. ദി ഡിമോണിക് ലോഡ് സോഡ് ആർട്ട്, ഇത് ഒരു അൾട്ടിമേറ്റ് ഉള്ള സോഡ് ആർട്ടാണ്. ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ദി ഡിമോണിക് ലോഡാണ്. അതായത് ഡിമോണിക് കൾട്ടിന്റെ ഫൗണ്ടർ തന്നെയാണ്. ഇത് അൾട്ടിമേറ്റ്ലി പിന്നെ പെട്രിയച്ചിന്റെ അടുത്തേക്ക് പാസ് ചെയ്ത് വരികയാണ് ഉണ്ടായത്. ഇത് പറയപ്പെടുന്ന ഡിമോണിക് ലോഡ് ഈ ഒരു ഒറ്റൊരു സോഡ് ആർട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് മാർഷൽ ലോകത്തിനെതിരെ പിടിച്ച് കുലിക്കിയതെന്നാണ്. ശരിയാണ്, ഒറ്റനൊറ്റത്തി അത് ഡിമോണിക് ലോഡിന്റെ സോഡായിട്ട് തന്നെയാണ്, പക്ഷേ മോർ പവർഫുൾ ആയിട്ടുണ്ട്. നമ്മുടെ പെട്രിയച്ചിനെ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ ഈ ഒരു ഡിമോണിക് ലോഡിന്റെ സോഡ് ആർട്ടാണ്. അവനാട്ടെ അത് മാസ്റ്ററും ചെയ്തു, ഈവൻ അതിനെ സർപ്പാസ് ചെയ്തിരിക്കുന്നു. പക്ഷേ എങ്ങനെ? അതാണ് ചോദ്യം. അല്ല, ഇനിയെങ്ങനെ അവൻ ആ സാഫയർ ഗ്രേവ് സ്റ്റോണിൽ നിന്നും വല്ല കണ്ടെത്തിയതാണോ? അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ഈവൻ ഞാൻ വരെ അവിടെ പലതവണ പോയിട്ടുണ്ട്, പലതവണ അത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അന്ന് എന്തെങ്കിലും ഡീകോഡ് ചെയ്തെടുക്കുന്നത് അത് നിയർലി ഇമ്പോസിബിൾ ആണ്. അല്ല സാർ, താങ്കൾക്ക് തോന്നുന്നുണ്ടോ അതൊരു സാഫയർ സ്റ്റോൺ? പ്രൊഫസർ ഹോ, മതി. തൽക്കാലത്തേക്ക് ഈ കാര്യം നമ്മുടെ ഇടയിൽ മാത്രം അറിഞ്ഞാൽ മതി. ഇത് പുറത്തേക്ക് പോകണ്ട. ആ ഒരു കാര്യത്തിൽ ഞാൻ താങ്കളോട് യോജിക്കുന്നു. ഇതെന്തായാലും നമ്മുടെ ഭാവിക്ക് വേണ്ടി തൽക്കാലം ഇപ്പോൾ പുറത്തറിയണ്ട. ഇതേ സമയത്ത് കുറച്ചധികം പേര് നമ്മുടെ ഈ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു.
ലോർഡ് ഇയോൺ ഷിയോൺ, ഞാൻ താങ്കളുടെ ഫോളോവർ പറയുന്നത് കേട്ടിരുന്നു. താങ്കൾ താങ്കളുടെ ഫോളോവറിന് വേണ്ടി ഏതറ്റം വരെ പോകുമെന്നും എനിക്ക് മനസ്സിലായി. അതുകൂടാതെ ഞാൻ മറ്റൊരു കാര്യം കൂടെ കേട്ടിരുന്നു. താങ്കളുടെ ഗ്രൂപ്പിലേക്ക് സെക്റ്റും ജെൻഡറും നോക്കാതെ താങ്കൾ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നുണ്ടെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താങ്കൾ എന്നെ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ താങ്കൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാണ്. ആ പറഞ്ഞത് സ്റ്റുഡൻറ് 220 ഉള്ള ഡിസ്ട്രക്റ്റീവ് ആക്സ് ക്ലാനിലെ ഷാങ് വാ ഹോയായിരുന്നു. എന്നാൽ ഷാങ്വനെ കണ്ടപ്പോൾ വാങ്ങിന്റെ മനസ്സിലാണ് ശരിക്കും ഒന്ന് പതറിയത്. അല്ല, ഇവൻ്റെ ഇത്ര ബ്ലഷ് ചെയ്യേണ്ട കാര്യമല്ലോ ഉണ്ടോ? ഈ സമയത്ത് അവളുടെ കൂടെ തന്നെ മറ്റൊരുത്തരുണ്ടായിരുന്നു. അവൻ നേരെ മുട്ടുകുതിട്ട് പറഞ്ഞ്, അല്ല ഞാനുണ്ട്, എൻ്റെ മാസ്റ്റർ സ്കില്ല് ശരിക്കും ലാക്കിംഗ് ആണ്. പക്ഷേ താങ്കൾ എന്നെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലോയൽറ്റി ഞാൻ താങ്കൾക്ക് തരാൻ തയ്യാറാണ്. സ്കിൽസ് എപ്പോൾ വേണമെങ്കിലും ട്രെയിൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതൊരു പ്രശ്നമല്ല. നിങ്ങൾ എൻ്റെ കൂടെ ചേരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. ശരിക്കും അടുത്ത സെക്കൻഡ് തന്നെ അവന്റെ തല നിലത്തേക്ക് അടിച്ചിട്ട് അവൻ പറയും ചെയ്യും, യങ്ലോഡ്, ഞാൻ ഗൂക്ക് ജിൻ, എൽഡസ്റ്റ് സൺ ഓഫ് ഗിൽ ഫാമിലിയാണ്. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ താങ്കളെ മാത്രമേ ഇനി സെർവ് ചെയ്യത്തുള്ളൂ. ഈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നന്ദിയുമുണ്ട്. അവനിട്ട് ഉച്ചത്തി നിലവിളിക്കുന്നുണ്ട്. ഇതേ സമയം ഇത് കാണുന്ന നമ്മുടെ ഹിയോബാങ് പറയും ചെയ്യും, അവൻ ശരിക്കും ഓവർ ടു ചെയ്യുവാണോ? പക്ഷേ ഇത് കണ്ട വാങ്ങും ബേഗ് ജിയും ഒരേപോലെ പറയുന്നത് മറ്റൊരു കാര്യമാണ്. അവസാനം ഹിയോബോങ്ങിന്റെ മറ്റൊരു ഗ്രൂപ്പും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ആൾക്കാരെ കിട്ടി. പക്ഷെ ഇനിയും 3 പേരുടെ കുറവ് നമ്മുടെ ഗ്രൂപ്പിൽ നന്നായിട്ട് തന്നെയുണ്ട്. യങ്ലോഡിനിപ്പോൾ എന്തായാലും ഒരു യെല്ലോ ബാഡ്ജ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അല്ല, എൻ്റെ ബാക്കിയുള്ള ഫോളോവേഴ്സ് മൈലോഡ്, അത് തൽക്കാലം നമുക്ക് മറ്റെവിടെയെങ്കിലും പോയി എന്ന് പറഞ്ഞാൽ പോരെ. പിന്നെ കാണിക്കുന്നത് അവർ മറ്റൊരു സ്ഥലത്ത് നിൽക്കുന്നതാണ്. സോ അങ്ങനെയാണല്ലേ. അപ്പോൾ ഉൻചിനും ഡേമിയോങ്ങും ഇവിടുന്ന് പോയിരിക്കുന്നു. മാച്ചിൽ ഉമിൻ, നിങ്ങളുടെ എഫേർട്സിന് ഞാൻ റിയലി താങ്ക്സ് പറയുവാണ്. മൈലോഡ്, അത് ഒരിക്കലും ഒരു കുഴപ്പമില്ല. താങ്കൾ സേഫ്റ്റി ആയിട്ട് തിരിച്ചു വന്നില്ലേ, അത് തന്നെ ധാരാളം. അല്ല, അവന്മാർ രണ്ടുപേരും പോയാലും ഒജോങ്ങിനെ കണ്ടില്ലല്ലോ. ഈ സമയത്ത് അവന്മാർ കംപ്ലീറ്റ്ലി സീരിയസ് ആയി. ഹിയോബോങ്ങിന്റെ മുഖവും മാറുന്നത് അവന് മനസ്സിലായി. അല്ല, എന്തു പറ്റി? അവൻ എന്തെങ്കിലും പറ്റിയോ? അങ്ങനെ കുറച്ച് സമയം കടന്നുപോയി. നടന്നതെല്ലാം തന്നെ വിശദമായി തന്നെ അവനോട് പറഞ്ഞു. സോ ഇൽമിയോങ്ങാണ്, അവന് ഒരു മാറ്റവും ഇല്ല. ഈ സമയത്ത് ഇയോനെ കാണുന്ന ബേഗ് ജി പറഞ്ഞ്, ഇയോങ് ശരിക്കും വളർന്നിരിക്കുന്നു. അവൻ എന്തായാലും ദേഷ്യമുണ്ടെങ്കിൽ കൂടി ഇപ്പൊ കാം ആൻഡ് ലോജിക്കലായിട്ടാണ് കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. അവൻ പഴയ പോലെ ശരിക്കും റെക്ലെസ് ഒന്നുമല്ല. മൈലോഡ്, താങ്കൾ എന്താണ് ഈ ചിന്തിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇത് അക്കാഡമിയുടെ പ്രശ്നമാണ്. കാര്യം അക്കാഡമിയാണ് നമ്മൾ പിള്ളേർ തന്നെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ഇങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ അതുകൊണ്ട് എനിക്കൊരിക്കലും അവനെ ബ്ലെയിം ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ എങ്കിലും എൻ്റെ ഫോളോവേഴ്സിന് ആർക്കും അവനെ വെറുതെ വിടാൻ ഒരാഗ്രഹവുമില്ല. ഒരു കാര്യം ചെയ്യാം, അവനായിട്ട് തുടങ്ങി വെച്ചല്ലേ, അതുകൊണ്ട് അവനെ കൊണ്ട് തന്നെ നമുക്കിത് തീർത്തേക്കാം. ഈ സമയത്ത് ഇത് കാണുന്ന പിക്ചി പറയും ചെയ്യും, ഒരു മാറ്റവും. പിന്നെ കാണിക്കുന്നത് കുറച്ചധികം പേര് അവിടെ കൂടി നിൽക്കുന്നതാണ്. യങ്ലോഡ്, താങ്കൾ റിക്വസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇൽമിയോങ്ങിനെ ഞങ്ങൾ പ്രൊവോക്ക് ചെയ്ത് ബേഗ് ജിയുടെ ആ ഒരു യെല്ലോ ബാഡ്ജ് അവൻ സ്റ്റീൽ ചെയ്തിട്ടുണ്ട്. അല്ല, നീയായിരുന്നു ഈ ഗ്രൂപ്പിൻ്റെ ലീഡർ. അവൻ്റെ പേര് പിയോങ്, അങ്ങനെ പിയോങ് ഹാക്ക് വു, അതാണ് യങ്ലോഡ്. പക്ഷേ അവനിപ്പോൾ ഇൻഫോർമറിലാണ്. ശരിക്കും സീരിയസ് അല്ല, കുറച്ചധികം ഇന്റർണൽ ഇഞ്ചുറീസ് ഉണ്ട്. പക്ഷേ അതല്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒരു ഡീൽ എന്തായാലും ഡീൽ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവൻ ആ യെല്ലോ ബാഡ്ജ് പുറത്തേക്ക് എടുക്കുകയും ചെയ്യും. അല്ല, പക്ഷേ നിങ്ങളെ ഡീല് കംപ്ലീറ്റ്ലി ഫുൾഫിൽ ചെയ്തില്ലല്ലോ. താങ്കൾ എന്താണ് ഈ പറയുന്നത്? അല്ല, ഡീൽ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ബേഗ് ജീനെ ഇവിടെ എത്തിക്കണം, അതായിരുന്നു നിങ്ങളുടെ ഡീൽ. പക്ഷേ എനിക്കിവിടെ എങ്ങും ബേഗ് ജീനെ കാണാൻ പറ്റുന്നില്ലല്ലോ. കോപ്പ്, അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കൂടുതലൊന്നും ചെയ്തേ വേണ്ട. ബേഗ് ജിക്ക് ഇപ്പോഴും പരാജയനെന്ന് മനസ്സിലായിട്ടില്ല. അതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നോളും. ഈ നോയോ? അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിനക്കൊക്കെ അറിയാനായിട്ട്. എന്തായാലും കുറച്ച് പ്ലഷർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വേദന ആദ്യം സഹിക്കണോടാ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ തന്നെ അതങ്ങോട്ട് സെറ്റാക്കിയേക്ക്. പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ലീഡർ ആകാൻ പറ്റുന്ന ആരെയും എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. താങ്കൾ എന്താണ് ഈ പറഞ്ഞത്? ഇയോമ്പാ, ഇവിടേക്ക് വരൂ. മൈലോഡ്, പറഞ്ഞോളൂ. ഞാൻ നിനക്ക് ഒരു ചാൻസും കൂടെ തരാനായിട്ട് പോകുവാണ്. ശരിക്കും നീ ഇവിടെ ഉള്ളവരുമായിട്ട് ബേഗ് ജീനെ കൈകാര്യം ചെയ്യണം. ബേഗ് ജീനെ മാത്രമല്ല, ഇയോന്റെ കംപ്ലീറ്റ് ക്രൂവിനെ തന്നെ. പിന്നെ ആ ഒരു യെല്ലോ ബാഡ്ജും കൂടെ ഇവിടേക്ക് കൊണ്ടുവന്നേക്ക്. നിനക്കറിയാലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച മൈലോഡ്, താങ്കൾ വിഷമിക്കേണ്ട. ഉറപ്പായിട്ടും ഞാൻ താങ്കളെ ഡിസപ്പോയിന്റ് ചെയ്യിക്കുന്നതല്ല. പിന്നെ ഇവനെന്തായാലും എന്റെ ലീഡർഷിപ്പിലാണുള്ളത്. നിങ്ങൾ എന്തായാലും ഇവന്റെ കൂടെ പോകോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ബാഡ്ജ് ഇവനും കൊടുത്തേക്കാം. കോപ്പ്, ഇവൻ ശരിക്കും ഞങ്ങളെ യൂസ് ചെയ്യുവാണ്. ഇവനെ മിനിയൻസ് ആക്കാനായിട്ടാണ് ഇവൻ നോക്കുന്നത്. പിന്നെ കാണിക്കുന്നത് കുറച്ച് പേര് അവിടെ നിന്ന് ട്രെയിൻ ചെയ്യുന്നതാണ്. ഈ സമയത്താണ് അവിടേക്ക് കുറച്ച് പേർ നടന്നു വരുന്നത്. സ്റ്റുഡന്റ് 18 ഇൽമിയോങ് ഹാ, നീയല്ലേ ഗ്രൂപ്പ് 6ന്റെ ലീഡർ? ഞാൻ സ്റ്റുഡന്റ് 200 ഇയോംപാ. അല്ല, അവനല്ലേ ഇന്നലെ ബേഗ് ജീനെ അറ്റാക്ക് ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചത്. ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. എനിക്ക് എക്സാമിനേഷൻ പാസ്സാകാനായിട്ട് ഒരു യെല്ലോ ബാഡ്ജിന്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി നിന്റെ സഹായവും എനിക്ക് വേണം. സഹായോ? ഒന്ന് പോടാവുന്ന, എനിക്ക് മറ്റു പണിയുണ്ട്. എനിക്ക് ട്രെയിൻ ചെയ്യാനുണ്ട്. മര്യാദക്കിനെ ബോധർ ചെയ്താൽ പോവും. അല്ല, എനിക്ക് വേണ്ടത് ഇയോൺചിയുടെ ബാഡ്ജാന്ന് പറഞ്ഞാൽ അപ്പോൾ എങ്ങനെ ഉണ്ടാവും? എന്ത്?
ഇയോൻ്റെയോ? അപ്പോൾ ശരിക്കും ഇൻട്രസ്റ്റഡ് ആണല്ലേ? ആ, ഇയോനുണ്ട്. എനിക്ക് കുറച്ച് കടങ്ങൾ തീർക്കാനുണ്ട്. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്, നിന്റെ ഹെൽപ്പ് വേണ്ടി. നീ ഒന്നാലോചിച്ചൊക്കെ അവൻ്റെ യെല്ലോ ബാഡ്ജ് നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരാൾ പോലും അവനുമായിട്ട് ജോയിൻ ചെയ്തിട്ട് പോകുന്നില്ല. കാര്യം 2 തവണ അവൻ എൻ്റെ ബാഡ്ജ് നഷ്ടപ്പെടുത്തുന്നതുകൊണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ വരുന്ന എക്സാമിനേഷൻ അവൻ ഉറപ്പായിട്ടും തോൽക്കുന്നതായിരിക്കും. ഇന്നലെ തുടങ്ങി വെച്ചത് എനിക്ക് തീർക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അവനിപ്പോൾ ശരിക്കും സ്ട്രോങ്ങർ ആണ്. പക്ഷെ കുഴപ്പം കാണത്തില്ല, ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് നമുക്ക് പോസിബിൾ ആണെന്നാണ്. ഓക്കെ, ഞാനുണ്ട്, നീ പേടിക്കണ്ട. നീ ഉറപ്പായിട്ടും ഈ ഒരു കാര്യത്തിൽ റിഗ്രറ്റ് ചെയ്യത്തില്ല. അപ്പോൾ എങ്ങനെയാ, എപ്പോഴാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്യേണ്ടത്? സ്ട്രൈക്ക് ചെയ്യുന്നത് അതേ ഇപ്പം തന്നെ. അതെന്തായാലും കൊള്ളാം. എനിക്കെന്തായാലും നിന്നെ ശരിക്കും ഇഷ്ടപ്പെട്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ യങ് ലോഡിനെയാണ്. അവനോട്ടെ അവിടെ ഇരിപ്പുണ്ട്. എടാ കീടങ്ങളെ, പെട്ടെന്നാണ് അവന്മാർ തിരിഞ്ഞു നോക്കിയത്. അതേസമയം അവന്മാരുടെ ചുറ്റിനും കുറേയധികം പേര് വന്ന് നിൽപ്പുണ്ടായിരുന്നു. നീയൊക്കെ എലീനെ പോലെ ഈ മാളത്തിൽ വന്ന് ഒളിച്ചിരിക്കുവാണോ? അത് കൊള്ളാം. നിന്നെയൊക്കെ തപ്പി ഞാൻ അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. നീയൊക്കെ ഇങ്ങോട്ട് തന്നെ വന്ന് കയറിയല്ലേ? അതെന്തായാലും നന്നായി. നീ എന്തിനടച്ചിരിക്കുന്നത് മണ്ട? നിനക്കറിഞ്ഞൂടെ നീ ഇപ്പം എന്തവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന്? അത് കൊള്ളാം. നിനക്കിതുവരെ നീ ഏതവസ്ഥയിലാണ് നിൽക്കണമെന്ന് മനസ്സിലായോ? നീ എന്താണ് ഈ പറഞ്ഞത്? അടുത്ത സെക്കൻഡിലാണ് അവന്മാരെ കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത്, മര്യാദക്ക് നിന്റെ സോഡ് താഴ്ത്തിടാനായിട്ട് നോക്ക്. ഇത് കേട്ട ഇയുംബയും ഇൽമിയങ്ങും ഞെട്ടിപ്പോയി. കാര്യം അവരുടെ കൂടെ വന്നവർ തന്നെ അവന്മാർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. അല്ലോ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇനി ഞാൻ ഒരു തവണയോടെ ഞാൻ നിന്നോടൊക്കെ ചോദിക്കും. ഇനി പറ, ഇവിടെ ശരിക്കും ആരാണ് മണ്ടൻ? പിന്നെ കാണിക്കുന്നത് 4 മണിക്കൂർ മുമ്പുള്ള ഒരു കാര്യമാണ്. ആ ഒരു ട്രെയിനിങ് റൂമിന്റെ ഫ്രണ്ടാണ് കാണാൻ സാധിക്കുന്നത്. അല്ല പിയോങ്ഹക്, നീ ഓക്കെ ആണോ ഒറ്റക്ക് പോകുന്നത്? കുഴപ്പമൊന്നുമില്ല, നമുക്ക് മറ്റേ ചോയ്സ് ഒന്നുമില്ലല്ലോ. പക്ഷേ ഇതത്ര നല്ലതാകുമെന്ന് എനിക്ക് തോന്നുന്നില്ലടാ. കുഴപ്പമില്ല, ഒരു യെല്ലോ ബാഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു യെല്ലോ ബാഡ്ജ് കൊണ്ട് എന്താകാനായിട്ടാണ്? ഇവിടെ 20 പേരില്ലേ? ഇത് കാരണം തന്നെ ഇവിടെ ഫൈറ്റ് ആകുന്നതല്ലേ? പക്ഷെ ഇവിടെ ചുമ്മാ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതും ശരിയാണ്. നീ പേടിക്കണ്ട, ഇത് അക്കാഡമി അല്ലേ. ഇവിടെ സർവേ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. ബാക്കിയുള്ളവരെ പറ്റി ആലോചിക്കേണ്ട ടൈമല്ല, നമ്മളെ പറ്റി വേണം ആലോചിക്കാനായിട്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ലീഡർ കൂടിയല്ലേ, അതെല്ലാം ആലോചിക്കുന്ന അർത്ഥമാണ്. ചെയ്യേണ്ടതെല്ലാം ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. ഞാനൊരു ലീഡറായി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നിനക്കൊരു ഗ്യാരണ്ടീഡ് സ്പോട്ട് തരുന്നതായിരിക്കും. പെട്ടെന്നായിരുന്നു ഒരുത്തൻ അവിടേക്ക് വന്നത്. അല്ല, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? എന്തു പറ്റി? പേടിച്ചു പോയോ? ഈ സമയത്ത് ഇയോണും അതേപോലെ അവൻ്റെ ബാക്കിയുള്ളവരും അവിടേക്ക് വന്നിരുന്നു. പിന്നെ കാണിക്കുന്നത് ബേഗ് ജീനെയാണ്. അവൻ പറയുന്നത്, അപ്പോൾ നിങ്ങളുടെ പാർട്ട് എന്തായിരുന്നു ഇതിൻ്റെ അകത്ത്? ബേഗ് ജി, നീയോ? നീ ഇന്നലത്തെ എൻ്റെ റിവെഞ്ച് എടുക്കാൻ വന്നതാണോ? നായകളെ, ശബ്ദിച്ചു പോരുത്. ഇന്നലെയൊക്കെ ചീപ്പാളൊരു ആംബിഷ് ചെയ്തിട്ട് നീയൊക്കെ ഇപ്പൊ കിടന്ന് ശബ്ദിക്കുന്നോ? ഇതേ സമയത്ത് തന്നെ അവന്മാരുടെ കൂടുതലവർ തന്നെ പറഞ്ഞു, കോപ്പ് ബേഗ് തന്നെ ഇന്നലെ ശരിക്കും കൂടുതലായിരുന്നു. ഇപ്പൊ ഇയോനുണ്ട്. ഞാൻ കേട്ടത് ഇയോൻ ഒരുത്തന്റെ ലോവർ അപ്ടോമിന് തന്നെ ഡിസ്ട്രോയ് ചെയ്തെന്നാണ്. ഇത് പ്രശ്നമാണല്ലോ. മണ്ടന്മാരെ, കണ്ണ് തുറന്നു നോക്ക്. നമ്മൾക്കാടെ എണ്ണം കൂടുതലേ. മണ്ടന്മാരെന്നോ? നീയാണ് ശരിക്കും ഇവിടെ മണ്ടനാക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഞാൻ നിൽക്കാൻ നേരത്ത് നീ ഇത്ര ധൈര്യത്തോടെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. എന്തുവാണ്? അടുത്ത സെക്കൻഡിൽ തന്നെ ഇയോൻ അവൻ്റെ തൊട്ട് ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നേരെ അവൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. നിന്റെ പവർ കൺട്രോൾ ചെയ്ത് മാത്രം അറ്റാക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈയോട്ടെ ഒരു പഞ്ചങ്ങാട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അവൻ്റെ വായിന്നൊക്കെ ചോര തെറിച്ചുന്നുണ്ട്. അവൻ നേരെ മുകളിൽ കൂടെ പറന്നങ്ങോട്ട് പോകുന്നതാണ്. കണ്ടതെന്ന് പറഞ്ഞ എല്ലാവരുടെയും കണ്ണ് തള്ളി പുറത്തു വന്നു. അവനാട്ടെ നിലത്ത് കിടന്ന് കുത്തി തീർച്ച് ദൂരത്തേക്ക് പോവുകയും ചെയ്യും. അയ്യോ, പവർ കൂടിപ്പോയെന്ന് തോന്നണല്ലോ. പക്ഷെ പെട്ടെന്നായിരുന്നു ഒരുത്തൻ വന്ന് അവൻ്റെ കഴുത്തിനെ കുത്തിപ്പിടിച്ചത്. എന്താടാ ആ ബാഡ്ജ് എന്തേ? നീ കോജോഗിന്റെ കൈ ഒടിച്ചെടുത്ത ആ ഒരു ബാഡ്ജ് എന്തേ? അത് ഞങ്ങളുടെ കയ്യിലല്ല, സ്റ്റുഡൻറ് 108 ഇൽമിയങ്ങിൻ്റെ കയ്യിലാണുള്ളത് മൈലോഡ്. അപ്പോൾ നമ്മൾ വിചാരിച്ചതെല്ലാം ശരി തന്നെയായിരുന്നു. ആ നായ ശരിക്കും ഗ്രീഡിയാണ്. നായ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു ഹിയോബോങ് അവനങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യുന്ന മര്യാദക്കിനെ വിടാനായിട്ട് നോക്ക്. ഇവൻ ഇതൊന്നും കിട്ടിയാൽ പോരാ. നീ ഒന്ന് അടങ്ങാനായിട്ട് നോക്ക്. നമ്മൾ ആദ്യം വന്ന കാര്യം ചെയ്യട്ടെ. നീയൊക്കെ ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്? അത് യങ് മാസ്റ്റർ യൂച്ചാൻ സേബർ സെക്ടറിൽ നിന്നുള്ള അവൻ പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. അവൻ കാരണമാണ് ഇന്നലെ ഞങ്ങൾ നിങ്ങളെ അറ്റാക്ക് ചെയ്തത് തന്നെ. യൂച്ചാനോ? ആ നായ, എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവൻ എൻ്റെ ഫ്രണ്ട് നല്ല പിള്ള ചവഞ്ഞിട്ട് ഇതായിരുന്നല്ലേ അവൻ്റെ കയ്യിലിരിപ്പ്. അപ്പോൾ എന്നെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു യെല്ലോ ബാഡ്ജ് നിനക്ക് കിട്ടുമായിരുന്നല്ലേ? അതെ, എന്നോട് ക്ഷമിക്കും ബേഗ് ജി. നീയൊക്കെ ശരിക്കും വൃത്തികെട്ടവന്മാരാണ്. നായെന്നും പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഹിയോബോങ്ങോട്ടെ അവനങ്ങോട്ട് പഞ്ച് ചെയ്യുന്നുണ്ട്.
നീയൊക്കെ കാരണം ഒജോങ്ങിന് എന്താ സംഭവിച്ചെന്നറിയാമെന്ന് പറഞ്ഞിട്ട് അവനെ നിർത്താതിട്ട് പഞ്ച് ചെയ്തുകൊണ്ടേയിരുന്നു. എടാ ഒന്ന് വെയിറ്റ് ചെയ്, ഇനി എന്താണ്? ഹിയോബോങ്, നീ എന്താണ് വിചാരിച്ചത്? ഇവനെ മാത്രമേ തല്ലിക്കൂട്ടിയാ നമുക്ക് നമ്മുടെ പ്ലാൻ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നീ ഒന്ന് വെയിറ്റ് ചെയ്തേ, ഇത്തവണ നീ എന്നെ വിശ്വസിക്കേ. സ്റ്റുഡന്റ് 670, നിനക്ക് തോന്നുന്നുണ്ടോ യൂച്ചാനോട്ട് നിനക്കൊരു ഡീല് ചെയ്യാൻ പറ്റുമെന്ന്? നീ എന്താണ് ഈ പറഞ്ഞത്? അല്ല, നിനക്ക് തോന്നുന്നുണ്ടോ അവൻ നിനക്ക് ആ ഒരു യെല്ലോ ബാഡ്ജ് ഹാൻഡ് ഓവർ ചെയ്യുമെന്ന്? അല്ല, അവൻ അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞെങ്കിൽ അവൻ ഏകദേശം 2 ബാഡ്ജ് നിങ്ങൾക്ക് തരണ്ടേ, എങ്കിലും മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളല്ലോ. അല്ല അത് 2 ബാഡ്ജ് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ല അപ്പോൾ ഇവൻ പറ്റിക്കുമായിരുന്നു? ഇവൻ പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ ഇന്നലെ അവനെ അറ്റാക്ക് ചെയ്തത്? എനിക്കറിയാം നിങ്ങളുടെ കൂട്ടത്തിൽ ഫൈനുള്ള പല ആൾക്കാരുണ്ടെന്ന്, പക്ഷേ നീയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്, നിന്റെയൊക്കെ അഡ്വാൻറ്റേജ് അവൻ എടുക്കുമല്ലായിരുന്നോ? അഡ്വാൻറ്റേജോ? നിനക്ക് തോന്നുന്നുണ്ടോ യങ് മാസ്റ്റർ യൂച്ചാൻ ഏറ്റവും അവസാനം നിനക്ക് ഒരു ബാഡ്ജുകളും തരുമെന്ന്? നീയൊക്കെ ചെയ്യുന്നതെല്ലാം അവന് വേണ്ടി മാത്രമല്ലേ? ഈ സമയത്ത് ഇതെല്ലാം കേൾക്കുന്ന ബേഗ് ജി ഒന്ന് ചിരിക്കുകയും ചെയ്യും. എന്നിട്ട് പറയും ചെയ്യും, നിനക്കൊക്കെ നല്ല ദേഷ്യം ഉണ്ടെന്നറിയാം, പക്ഷേ ആ ദേഷ്യം ഇങ്ങനെ വിട്ടാൽ പോരല്ലോ, ഒരു റിവഞ്ചായിട്ട് എടുത്താലോ? അങ്ങനെ നമ്മൾ നേരെ പ്രസന്റിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഈ ചതിയന്മാര് നീക്ക് എന്ത് ചെയ്യുവാണ്? ചതിയന്മാരോ? നീയൊക്കെയല്ലേ ചതിയന്മാര്? നീയൊക്കെ ആ ഒരു ബാഡ്ജ് തരാന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുമല്ലായിരുന്നോ? അപ്പൊ ഇവന്മാര് പലരും നിന്റെയൊക്കെ തലയിലേക്ക് കയറിയിട്ടുണ്ടല്ലേ? തലയിൽ കയറിയെന്നാ? അത് നിന്നെപ്പോലെ വീക്കുള്ള ലൂസർ പറയുന്നതാണ് തലയിൽ കയറിയെന്ന്. നിനക്കൊക്കെ ഒരു പ്രവാസന്റെ കയ്യിൽ നിന്ന് പോലും ഒരു ബാഡ്ജ് എടുക്കാനായിട്ട് പറ്റില്ല, എന്നിട്ട് അഹങ്കരിക്കുന്നതെന്ന് പെട്ടെന്ന് ഹിയോബോങ് ചോദിക്കുകയും ചെയ്യും. നീ എന്താണ് വിളിച്ചത്? ഞാൻ വീക്കാണെന്നോ? ഞാൻ വീക്കാണെന്ന് നീ പറയുന്നോ? നീ ഇന്നലെ പേടിച്ചോടിയത് ഓർമ്മയുണ്ടോ? പെട്ടെന്നായിരുന്നു നമ്മുടെ ബാങ്ക് പൊട്ടിച്ചിരിക്കുന്നത്. അയ്യോ, പേടിച്ചോടിയത് കോപ്പ്, അതൊന്നും എനിക്കൊന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു. പക്ഷേ ഇന്ന് പേടിച്ചോടാൻ പോകുന്നത് അത് അവനായിരിക്കത്തില്ല, നീയായിരിക്കും. എൻ്റെ പ്രൈഡ് വെച്ച് കളിക്കേണ്ട സമയമല്ലത്. എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ഗ്രൂപ്പിനെ ഞാൻ അബാൻഡൻ ചെയ്യുന്ന പോലെ ആയി കാണും. അങ്ങനെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാമിനേഷൻ ഞാൻ തോക്കുന്നതായിരിക്കും. കോപ്പ്, ഇവിടെ ഞാൻ എന്ത് ചെയ്യും? ഗാളിയോങ്, സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഉണ്ടായത്. യങ് മാസ്റ്റർ സത്യം പറഞ്ഞാൽ നിനക്ക് നിങ്ങളുടെ ഫോളോവേഴ്സിനും ആ ഒരു ബാഡ്ജ് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. എന്ത് 2 ബാഡ്ജ് തരാനായിട്ടോ? നീ തരാൻ നോക്ക്, ഇവിടെ എന്നെ കൂട്ടാതെ 19ഓളം പേരുണ്ട്. അപ്പോൾ അവൻ അറ്റ്ലീസ്റ്റ് 2 ബാഡ്ജുകളും തരണ്ടേ? കോപ്പ്, അപ്പോൾ അതായിരുന്നു കാര്യം, 2 ബാഡ്ജ്. ഇവന്മാരെല്ലാവരും എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ ഓക്കെ, ഞാൻ തന്നെ യങ് മാസ്റ്റർ യൂച്ചനെടുക്കെ ഒരു പ്രപ്പോസലായിട്ട് ചെല്ലാം, നിങ്ങൾക്ക് 2 ബാഡ്ജ് തരാനായിട്ട്. ശരിക്കും? പ്രപ്പോസൽ എന്ന് കേട്ടപ്പോൾ തന്നെ അവൻ വീണു. പക്ഷെ എനിക്ക് ഉറപ്പാണ് യങ് മാസ്റ്റർ എന്തായാലും അത് റിജക്റ്റ് ചെയ്യും. പക്ഷേ അതിനു മുമ്പ് നിനക്കത് താങ്ങാനായിട്ട് സാധിക്കുമോ? താങ്ങാനോ? മറ്റൊന്നുമല്ലടാ, അതെൻ്റെ അറ്റാക്കാണെന്ന് പറഞ്ഞിട്ട് ഈയനോട്ടെ അവൻ്റെ തൊട്ടുപുറകിൽ വന്നൊരു അറ്റാക്ക് ചെയ്യാൻ പോയ അടുത്ത സെക്കൻഡ് അവനത് എങ്ങനെയൊക്കെ ഡോഡ്ജ് ചെയ്ത്, എന്നിട്ട് അവൻ്റെ ഫുൾ പവർ യൂസ് ചെയ്ത് തൻ്റെ സോഡ് കൊണ്ട് ഒരു അറ്റാക്ക് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവനോട്ടെ വളരെ സിമ്പിളായിട്ട് അവൻ്റെ കൈ കൊണ്ട് അത് പിടിച്ചെടുത്തിട്ട് അങ്ങോട്ട് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് കളയുകയും ചെയ്യും. എങ്ങനെ? ആ ഒരു അറ്റാക്ക് ഞാൻ എൻ്റെ 7 സ്റ്റാർ അറ്റാക്കാണ് ചെയ്തിരുന്നത്, പക്ഷെ എങ്ങനെ? അടുത്ത സെക്കൻഡിലാണ് അവനൊട്ടും പ്രതീക്ഷിക്കാതെ ഒരു കിക്ക് അവൻ്റെ മേത്ത് വന്ന് വീണത്. അവനോട്ടെ തീർച്ച ദൂരത്തേക്ക് പോവുകയും ചെയ്യും. അടുത്ത സെക്കൻഡ് തന്നെ അവിടേക്ക് അവൻ നടന്നു വന്നിട്ട് പറയുകയും ചെയ്യും, നിന്റെ ശത്രു അതി ഞാനാണ്. നിന്റെയൊക്കെ ചീപ്പായിട്ട് അറ്റാക്ക് കൊണ്ട് നീയൊക്കെ ഇന്നാൻ ചെയ്യാൻ നോക്കുവാണ്. കോപ്പ്, എൻ്റെ വാരിയിൽ ഒടിഞ്ഞിരിക്കുന്നു. ഇതെനിക്ക് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ഓടി രക്ഷപ്പെടാൻ പറ്റുമെന്നും. ഇതേ സമയത്ത് അവൻ്റെ കൂടെ വന്ന ബാക്കി എല്ലാവരും രക്ഷപ്പെടാനായിട്ട് ഓടുകയും ചെയ്യും. നമ്മുടെ ഇയോമ്പയും ഇത് കാണുകയും ചെയ്യും. എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇയോനും അതുമാത്രമല്ല അവൻ്റെ ഗ്രൂപ്പായിട്ട് ഹെഡ് ടു ഹെഡ് എനിക്കൊരു അറ്റാക്ക് ചെയ്യാനും പറ്റുമെന്ന് തോന്നുന്നില്ല. കൊപ്പ്, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇതേ സമയത്ത് നമ്മുടെ ഇല്ലിമയങ്ങോട്ട് ഉച്ചത്തെ നിലവിളിക്കുകയും ചെയ്യും, നീയൊക്കെ എന്നെ നോക്കി നിൽക്കുവാണ്, അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്ക്. അപ്പോഴാണ് ബേഗ് ജി പറയുന്നത്, നീ നിന്റെ കണ്ണെടുക്കാൻ പാടില്ലായിരുന്നു. അടുത്ത സെക്കൻഡ് അവർ തമ്മിലുള്ള ആ ഒരു ബാറ്റിലോടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കാണുന്ന വാങ് പറയും ചെയ്യും, അപ്പോൾ കുറച്ച് പേരെ എടുത്തിട്ട് പെരുമാറാനുള്ള സമയമായിരിക്കുന്നു. നമ്മുടെ ഹിയോബോങ്ങും അതേപോലെ ബാക്കിയുള്ളവരെല്ലാവരും ആ ഒരു ഫൈറ്റിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. അതേസമയം അവൾ പറയും ചെയ്യും, അവസാനം എൻ്റെ ഫസ്റ്റ് ബാറ്റിൽ എത്തിയിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് അവർ 5 പേരും കൂടെ അവിടേക്ക് ഓടുന്നതാണ്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെയുണ്ട്. ബേക്ജിയാട്ടെ ഇൽമിയോങ്ങിനെ അടിച്ച് ഒരു മൂലക്ക് ഇടുന്നുകൊണ്ട്. ഇതെല്ലാം കാണുന്ന ഇയോമ്പ പറയും ചെയ്യും, കോപ്പ്, ഇവിടെ എന്താണ് ഈ സംഭവിക്കുന്നത്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തോക്കും, പക്ഷേ തോക്കുന്നതിനെക്കാട്ടും നല്ലത് ശരിയാണ്. അടുത്ത സെക്കൻഡ് അവൻ നേരെ തല കുനിച്ചിട്ട് പറയും ചെയ്യും, ഞാൻ കീഴടങ്ങിയിരിക്കുന്നു, ഞാൻ ഓൾ മൈറ്റിയല്ല, ഇയോൻ ചീൻ്റെ മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നു.
നീ എന്താണ് ഈ ചെയ്യുന്നത്? എങ്കിലോട് ഞാൻ കീഴടങ്ങി. എനിക്കൊരിക്കലും ഇവിടെ ജയിക്കാൻ സാധിക്കത്തില്ല. താങ്കളുടെ ഫ്രണ്ടിൽ ഞാൻ കീഴടങ്ങിയിരിക്കുന്നു. ഒരു മൈനർ പ്രൈസിന്റെ കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് താങ്കൾ എന്നോട് ക്ഷമിക്കത്തില്ലേ? ഇവൻ എത്ര ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാലും ഒരുത്തൻ കീഴടങ്ങിക്കഴിഞ്ഞാൽ ഇവൻ എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ക്ഷമയോ? ക്ഷമ ഞാൻ കാണിക്കണമെന്നോ? നീയൊക്കെ സറണ്ടറായ എനിക്കെന്നാ കുഴപ്പം? നീയൊക്കെ തുടങ്ങിയതല്ലേ, നീയൊക്കെ ആയിട്ട് അത് തീർത്താ മതി. നീ എന്താണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഞാൻ കീഴടങ്ങിയെന്ന്. ഒന്നും മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞിട്ട് അവൻ്റെ തലനിര നിലത്തി പിടിച്ച് കുത്തി അങ്ങോട്ട് മണ്ണിലേക്ക് ഇടിച്ച് കയറ്റുകയും ചെയ്യും. കണ്ടു നിന്ന എല്ലാവരുടെ ഉള്ളിലേക്ക് ഒരു ഭയം പെട്ടെന്ന് ഇരച്ചു കയറി. മറ്റുള്ളവരെ താങ്ങാൻ സാധിച്ചില്ലെങ്കിൽ അവരൊരിക്കലും കൊമ്പ് കൊടുക്കാൻ നിൽക്കരുത്. നീ പേടിക്കണ്ട, ഇതൊരു തുടക്കം മാത്രമാണെന്നും പറഞ്ഞിട്ട് നിർത്താതെ പല തവണ അവൻ്റെ തല നിലത്തിട്ടടിച്ചടിച്ചടിച്ച് ഒരു പരുവമാക്കിയിട്ടുണ്ട്. അവൻ്റെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും നെറ്റിയിൽ നിന്നും ചുണ്ടിൽ നിന്നും എല്ലായിടത്തും ചോര ഒലിക്കാനായിട്ടും തുടങ്ങി. നീ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. സാർ യൂച്ചൻ ഉറപ്പായിട്ടും നിന്നെ ഡിഫീറ്റ് ചെയ്യും, ഉറപ്പായിട്ടും. യൂച്ചൻ അപ്പം എൻ്റെ പുറകെ വരുമോ? അയ്യ, ഞാനിവനെ വീണ്ടും പീസ് ഓഫ് ചെയ്തോ? അല്ല, യൂച്ചാൻ എന്ന് പറയുന്നത് ഈ സെക്റ്റിൽ തന്നെ യങ് മാസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് തന്നെ വൺ ഓഫ് ദി സ്ട്രോങ്സ്റ്റ് ഉള്ള ഒരാളാണ്. ഇവനുറപ്പായിട്ടും യൂച്ചാനെ പേടി കാണും. എന്തായാലും നിന്റെ അഡ്വൈസ് ഉണ്ടല്ലോ, അത് ഞാൻ എന്തായാലും അക്സെപ്റ്റ് ചെയ്തു. ഇവൻ എന്നെ ശരിക്കും കൊല്ലുമെന്നും പറയാൻ നേരത്ത് അവൻ നേരെ അവൻ്റെ തല നിലത്തേക്ക് അടിച്ച് കുത്തിയിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് അവൻ്റെ ബോധവും അവന് നഷ്ടപ്പെട്ടു. നിന്റെ ബോധം മാത്രമേ ഇപ്പം നഷ്ടപ്പെട്ടുള്ളൂ. എൻ്റെ ഫുൾ പവർ യൂസ് ചെയ്തിരുന്നെങ്കിൽ നിന്റെ ജീവൻ തന്നെ പോയെന്നും. ഇതേ സമയത്ത് അവിടെയുള്ള പലരുമായിട്ട് അവിടെ ഡിഫീറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അവരുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവരുടെ തല പോലും അവർക്ക് ഉയർത്താൻ സാധിച്ചിരുന്നില്ല. അല്ല, ഇൽമിയോങ്ങന്തേ അവനിവിടെയുണ്ട് ഞങ്ങളോട്. അവൻ്റെ പ്രഷർ പോയിന്റ് കംപ്ലീറ്റ്ലി ഞങ്ങൾ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവൻ ഭയങ്കര ബഹളമായിരുന്നു. കോപ്പ്, എൻ്റെ റിപ്സ് അങ്ങനെ ബ്രോക്കൺ ചെയ്തില്ലായിരുന്നെങ്കിൽ കാണിച്ചു തരായിരുന്നു നിന്നെയൊക്കെ. അല്ല, അവൻ്റെ പ്രഷർ പോയിന്റ് റിലീസ് ചെയ്യണം. വേണമെന്നില്ല. ഇവൻ്റെ നായിൽ നിന്ന് എനിക്ക് ഒരു കോപ്പം കേൾക്കാൻ ആഗ്രഹമില്ലെന്നുണ്ട്. അവൻ്റെ കയ്യിൽ കയറി ഇവൻ പിടിച്ചു. എന്നിട്ട് അത് പൊക്കിയെടുക്കുകയും ചെയ്തു. അല്ല, ഇവനിതെന്ത് ചെയ്യാൻ പോവുകയാണ്? അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ വിരൽ കയറി പിടിച്ച് അതങ്ങോട്ട് ഒട്ടിച്ചങ്ങോട്ട് കളയുന്നുണ്ട്. വേദന കൊണ്ടാട്ടെ അവൻ ഉച്ചത്തിൽ നിലവിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അവന് നിലവിളിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. കണ്ടു നിന്നവർക്ക് എല്ലാവർക്കും അത് ശരിക്കും പേടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. നീ പേടിക്കണ്ട, ഒരെണ്ണമായല്ലോ, ഇനി 4 എണ്ണം ഉണ്ട്. നീയൊക്കെ കാരണം ഒജോങ് ഈ വേദന അനുഭവിച്ചതല്ലേ? ഇവന് ശരിക്കും വട്ടാണ്. അല്ലല്ല, ഇത് മാത്രമല്ല, അവൻ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. കോപ്പ്, നമ്മളും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. ഇവൻ അത് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും. നമ്മളിവനെല്ലാവരും കൊല്ലുമെന്നാ തോന്നുന്നേ. നായ, നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടത്തില്ല. നിന്നെ ഞാൻ തന്നെ കൊല്ലും. എൻ്റെ ഈ കൈ കൊണ്ട് ഞാൻ തന്നെ നിന്നെ ഉറപ്പായിട്ടും കൊല്ലും. നീ വെയിറ്റ് ചെയ്തോ, നിന്റെ മരണം എൻ്റെ. അടുത്ത സെക്കൻഡിലാണ് അവൻ്റെ കാരണത്ത് ഈ അങ്ങൊരു നല്ല അടി വെച്ച് അങ്ങോട്ട് കൊടുക്കുന്നത്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ ബോധം പോയി അവൻ നേരെ താഴത്തേക്ക് വീഴുകയും ചെയ്തു. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ആദ്യത്തെ ഓർഡറാണ്. ഇൽമിയോങ്ങിൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെ കൈയും കാലും തല്ലി ഒടിച്ചേക്ക്. കോപ്പ്, ഇയോമ്പയുടെ കൂടെ എങ്ങനെ നിന്നിരുന്നെങ്കിൽ ഇതായിരുന്നെന്ന് ഞങ്ങളുടെ അവസ്ഥ. യെസ് മൈ ലോഡ്. ഈ സമയത്ത് ഇയോനോട്ടെ അവിടേക്ക് നടന്നു വരുന്നുണ്ട്. പെട്ടെന്നായിരുന്നു ഇൽമിയോങ്ങിൻ്റെ ശരീരത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണാൻ സാധിച്ചത്. അവൻ്റെ ശരീരത്തിൽ മുഴുവൻ പെട്ടെന്ന് എവിടുന്ന് പല ഞരമ്പുകൾ പൊങ്ങി വരും. അവൻ്റെ കളർ ചേഞ്ച് ആകുകയും അവൻ്റെ കണ്ണൊക്കെ ചുമന്ന് തുടുക്കുകയും ചെയ്തു. പെട്ടെന്ന് ഹിയോവങ് തിരിഞ്ഞു നോക്കാനത്താണ് ഈ ഒരു കാഴ്ച കണ്ടത്. മൈലോഡ്, സൂക്ഷിച്ചെന്ന് പറയാൻ നേരത്ത് തന്നെ അടുത്ത സെക്കൻഡ് ഇൽമിയോങ്ങോട്ടെ അവനെ അറ്റാക്ക് ചെയ്തിട്ട് ഡാഷ് ചെയ്ത് അവിടേക്ക് വന്നു. ഇയോനോട്ടെ തിരിഞ്ഞു നോക്കുന്ന അടുത്ത സെക്കൻഡ് അവൻ കാണുന്നത് നമ്മുടെ ഇൽമിയോങ് അവൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മുകളിൽ നിൽക്കുന്നതാണ്. പിന്നെ കാണിക്കുന്നത് യൂച്ചാൻ്റെ ആ ഒരു ഗ്രൂപ്പിനെയാണ്. ഇതങ്ങോട്ട് റെഡി ആകുന്നില്ലല്ലോ. ഇത് കംപ്ലീറ്റ്ലി സ്ട്രേഞ്ച് ആണ്. ഞങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു 7 ഡീമൺ സോർഡ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. മാനുവൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഫസ്റ്റ് റേറ്റ് മാസ്റ്റേഴ്സും ആണ്. പക്ഷേ എങ്കിലും ഇത് കംപ്ലീറ്റ്ലി അങ്ങോട്ട് റെഡി ആകുന്നില്ലല്ലോ. കോപ്പ്, തൽക്കാലം നമുക്കൊരു ബ്രേക്ക് എടുക്കാം. എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കാനായിട്ടുണ്ട്. അല്ല ഗീംപിൽ, അതല്ല നിന്റെ പേര്, നീ ഇങ്ങോട്ട് വന്നേ. യെസ് മൈ ലോഡ്. അല്ല, ഒരു സ്പെക്ടേറ്റർ എന്ന നിലയ്ക്ക് നിനക്ക് ഈ ടെക്നിക്ക് കണ്ടിട്ട് എന്താണ് നിനക്ക് തോന്നുന്നത്? നീ കാര്യം പറഞ്ഞാൽ മതി. അല്ല, അത് പിന്നെ പേടിക്കണ്ട, നീ ഉള്ളതുപോലെ പറ, എങ്കിലേ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളല്ലോ. ഉള്ളതുപോലെ പറയാനാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും നേടിയതുപോലെ തോന്നുന്നില്ല. എല്ലാവരുടെ ടൈമിങ് കറക്റ്റായി. പക്ഷേ എങ്കിലും ഇതിൻ്റെ അതൊരു പവറില്ല. ഇത് നോർമലി ഒരു ഓർഡിനറി ഫോം പോലെ തന്നെയാണ്. അപ്പം നിനക്കും അങ്ങനെ തന്നെയാണല്ലേ തോന്നിയത്? മൈലോഡ്, അവിടെ നോക്കിയേ. ഈ സമയത്ത് കുറച്ചധികം പേര് പലരുമായിട്ട് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അല്ല, നീ ആരാണ്? അവിടെ തന്നെ നിൽക്കി.
മൈലോഡ് ഞാൻ. അല്ല ഈ വോയിസ് ഇയോമ്പാ, നിന്റെ ഫേസിന് തന്നെ പറ്റി. അല്ല ആരാണ് നീ ചുമന്നിരിക്കുന്നത്? ഈ സമയത്ത് അവനെ നിലത്തേക്ക് ഇടിയും ചെയ്യും. അല്ല ഇത് ഇൽമിയോങ്ങല്ലേ? ഇവന്റെ രൂപം. ഇതേ സമയത്ത് നമ്മുടെ ബേഗ് ജീനെ വാങ്ങിനെ അവർ കൊണ്ട് ഇടുന്നുണ്ട്. ഇത് വാങ് ചുൽക്കോയും ബേഗ് ജീവല്ലേ? അത് കൊള്ളാലോ, ഇയോങ്ങിന്റെ ഫോളോവേഴ്സ് ആണല്ലോ. അപ്പോൾ ഈ കാണുന്നത്, അതെ അത് ഇയോൺ ചിയോണാണ്. ഇയോൺ ചിയോനോ? നീ അവനെയും പിടിച്ചോ? അതെന്തായാലും കൊള്ളാം. അല്ല അത് ഞാൻ കാരണമല്ല, ഇൽമിയോങ് അറ്റാക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇപ്പോൾ മരിച്ചേന്നാം. പിന്നെ ഇൽമിയോങ് ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ട് ചെയ്തിരിക്കുന്നു. എന്ത് ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ടോ? ദി ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ട് ഇത് സത്യം പറഞ്ഞാൽ ഒരു QA സർക്കുലേഷൻ ആർട്ടാണ്. അതായത് ബ്ലഡ് ഫ്ലോയിനെ റിവേഴ്സ് ചെയ്തുകൊണ്ട് പ്രഷർ പോയിന്റിലേക്ക് ഫ്ലോ കൂട്ടിക്കൊണ്ട് സ്ട്രെങ്ത് കൂട്ടുന്ന ഒരു ടെക്നീക്ക്. എന്നാൽ ഇത് യൂസ് ചെയ്യുന്നത് പ്രഷർ പോയിന്റ്സ് ഒക്കെ ഡാമേജ് ആകുകയും ഇതിന്റെ യൂസർ ഒരു ബെർസറക് സ്റ്റേറ്റിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഡിമോണിക് കൾട്ടിൽ തന്നെ ഇത് കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റഡ് ആണ്. ഇതാരും പഠിക്കാനും ഇതാരും ചെയ്യാനും പാടില്ല. ഇവൻ ശരിക്കും ഫോളിഷായിരുന്നു. എങ്കിലും ലാസ്റ്റ് റിസോർട്ട് എന്ന രീതി അവനിത് ചെയ്തിട്ടുണ്ടല്ലോ, എന്തായാലും നന്നായി. പക്ഷേ ഞാൻ എന്തായാലും നീയൊക്കെ ഇത്രയും നല്ല കാര്യം ചെയ്യുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇവനെന്തായാലും ഇൻഫോമറിലേക്ക് കൊണ്ടുവന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യണമെന്നുണ്ട്. അവൻ്റെ കൈ അങ്ങോട്ട് മുറിക്കുകയും ചെയ്യും. അവൻ്റെ കൈ മുറിഞ്ഞ് നന്നായിട്ട് ചോര ഒഴുകുന്നുണ്ട്. ഇതെന്തായാലും അധികം വേദനിക്കാൻ എന്തായാലും പോകുന്നില്ല. പിന്നെ നീ മറ്റേ പയ്യന്റെ ചെയ്ത പോലെ ഞാൻ നിന്റെ ലോവർ അബ്ഡോമിനൊന്നും ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് നോക്കുന്നില്ല. ഇവന് ശരിക്കും വട്ടാണ്. അവന് കംപ്ലീറ്റ്ലി മേലാത്ത അവസ്ഥയാണെന്ന് അറിയാം. എങ്കിൽ കൂടി അവൻ്റെ ടെൻഡോൺസ് അല്ലേ ഇപ്പം അവൻ മുറിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നീ എന്താ സേഫ് ആണെന്ന് ചോദിച്ചോണ്ട് അവൻ്റെ മുഖം മൂടി അങ്ങോട്ട് വലിച്ച് ഊരുകയും ചെയ്യും. പക്ഷേ അത് കണ്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടി. ഇത് യോമ്പോയല്ലേ? അപ്പോൾ പുറകിൽ അടുത്ത സെക്കൻഡ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ കണ്ട കാഴ്ച ആ ഒരു മാസ്ക് ഇട്ടവൻ അവൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്നതാണ്. എന്നിട്ട് ഒന്നൊന്നര പഞ്ചങ്ങാട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പവർ ഒത്തിരിയധികം പവർഫുൾ ആയിരുന്നു. അവൻ തീർച്ച പോവുകയും ചെയ്യും. യോമ്പ നീ എന്ത് ചെയ്യുവാണ്? ഇതേ സമയത്ത് മറ്റൊരു കൈ അവിടേക്ക് വന്ന് അവനെ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അവനും തെറിച്ച് അത്യാവശ്യം ബാക്കിലേക്ക് പോവുകയും ചെയ്യും. ആ ഒരു അറ്റാക്ക് ചെയ്ത് നമ്മുടെ വാങ്ങായിരുന്നു. കോപ്പ് നീ എങ്ങനെയാണ്? എല്ലാവരും എണീറ്റോ, നമ്മുടെ പ്ലാൻ എന്തായാലും വർക്കൗട്ട് ആയിട്ടുണ്ട്. കുറച്ചു നേരം കിടന്നപ്പോൾ തന്നെ എനിക്ക് ബോറടിച്ചിരുന്നു. എന്തായാലും കൊള്ളാം. അല്ല ഇതെന്താണ് ഇവന്മാര്? അത് മാത്രമല്ല യങ് മാസ്റ്റർ യൂച്ചൻ അദ്ദേഹം ഇത്രയും ബാക്കിലേക്ക് പോകുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചതുമില്ല. അല്ല ഇവന്മാരെ കൊണ്ടത് ഗ്രൂപ്പ് 12 ആണ്. അതിനർത്ഥം അവന്മാരും നമുക്കെതിരെ. ഈ സമയത്ത് ഗ്രൂപ്പ് 12ഉം അവർക്കെതിരെ തിരിഞ്ഞിരുന്നു. യോമ്പ നായെ നീ ഞങ്ങളെ ബിട്രേ ചെയ്തല്ലേ? അതുകൊള്ളാം. യോമ്പനെ അപ്പോൾ ഒട്ടും തന്നെ വിശ്വാസമില്ലായിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും ഇതിൽ കൂടുതൽ ആവശ്യമൊന്നും ഇതുകൊണ്ട് കാണത്തില്ലെന്ന് പറഞ്ഞിട്ട് അവനായിട്ട് ആ മുഖം മുടി വലിച്ച് ഊരുകയും ചെയ്യും. നീ ആയിരുന്നല്ലേ യോൺ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.